വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ആഘോഷിക്കപ്പെടാനിരിക്കുന്ന ചില ആഘോഷങ്ങളുണ്ട്. അത് മുസ്ലിമീങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആഘോഷങ്ങളാണ്. ഷിർക്കിന്റെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട ആഘോഷങ്ങളാണ്. ചിലർ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. അത് കേരളത്തിന്റെ ആഘോഷമാണ്, അതല്ലെങ്കിൽ അത് നമ്മുടെ നാട്ടിലുള്ള ആഘോഷമാണെന്നൊക്കെയാണ് ചിലർ അതിനെ നിസ്സാരവൽക്കരിക്കുന്നത്, മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ. എന്നാൽ ഇത് ആഘോഷിക്കുന്ന ആളുകൾ, അതിന്റെ വക്താക്കൾ, അവർ തന്നെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഈ ആഘോഷത്തിന് പിന്നിൽ അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് അത്തരത്തിലുള്ള അന്ധമായ ചില ശിർക്കൻ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ശിർക്കിന്റെ മേൽ പടുത്തുയർത്തപ്പെട്ട ആഘോഷങ്ങൾ, അതുമായി മുസ്ലിമായ ഒരു വ്യക്തിക്ക് അവർ സഹകരിക്കാൻ കഴിയുകയില്ല. നാം ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാപങ്ങളുടെ കൂട്ടത്തിൽ, തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമുള്ളത് അത് ശിർക്കാണ് എന്ന ബോധ്യമുള്ള ഒരാൾ, അവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ശിർക്കൻ ആഘോഷങ്ങൾ അതിനവന്റെ മനസ്സിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. എന്നാൽ പലർക്കും ഇന്നത് അറിയില്ല. അവരുടെ മനസ്സിൽ നിന്ന് അതിന്റെ ഗൗരവം എടുത്തുപോയിട്ടുണ്ട്. ഖബറിന്റെ മുൻപിൽ സുജൂദ് ചെയ്യലാണോ, അതല്ല ഒരാൾ വ്യഭിചരിക്കലാണോ ഏറ്റവും വലിയ തിന്മ എന്ന് ചോദിച്ചാൽ പല ആളുകളും പറയുന്നത് വ്യഭിചാരം എന്നാണ്. വ്യഭിചാരം എന്നത് വലിയ തിന്മ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ആ വ്യഭിചാരത്തെക്കാൾ, കൊലപാതകത്തെക്കാൾ, അതിനേക്കാളെല്ലാം ഗൗരവമായ ഒരു തിന്മയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചില്ലേ, അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ ഗൗരവമായ തിന്മ ഏതാണ് റസൂലേ? റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ നീ അല്ലാഹുവിന് പങ്കുകാരൻ നിശ്ചയിക്കലാണ്, അവനിൽ പങ്കു ചേർക്കലാണ്. അതാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത്. ആ ശിർക്കിനേക്കാൾ അപകടകരമായ മറ്റൊരു തിന്മയുമില്ല. എല്ലാ തിന്മകളും അത് ശിർക്കിന്റെ താഴെയാണ്. ഇവരാളുടെ ഹൃദയത്തിൽ ദൃഢമാണെങ്കിൽ, ഇവരാളുടെ മനസ്സിലുണ്ടെങ്കിൽ, പിന്നീട് എങ്ങനെയാണ് അവന് ശിർക്കിന്റെ ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും അതിനോട് യോജിച്ചു പോകാൻ കഴിയുക? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് എങ്ങനെയാണ് അവന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാവുക? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാന തത്വം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട്. എന്നാൽ പല ആളുകളും ഇന്ന് ഇത്തരത്തിലുള്ള ചിന്തകളൊന്നുമില്ല. മുസ്ലിമീങ്ങളാണ് അതിന്റെ പിന്നാലെ കൂടുതലായും. അവർ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന നിലക്കാണ്. ആഘോഷത്തിൽ പങ്കെടുക്കണമെങ്കിൽ ആഘോഷത്തിൽ പങ്കെടുക്കാം, കേക്ക് മുറിക്കണമെങ്കിൽ കേക്ക് മുറിക്കാം, വസ്ത്രം മാറണമെങ്കിൽ വസ്ത്രം മാറാം, അതല്ല പൂക്കളം ഇടണമെങ്കിൽ പൂക്കളം ഇടാം. ഒന്നിനും അവർക്ക് തടസ്സമില്ല. അവർ മറ്റുള്ളവരുടെ മുൻപിൽ തലകുടിക്കുകയാണ്. ഒരിക്കലും മുസ്ലിമായ വ്യക്തി അങ്ങനെയല്ല. അവരവന്റെ ദീന് കൊണ്ട് ഇജ്ജത്തോടുകൂടി ജീവിക്കേണ്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ പങ്കു ചേർക്കുന്ന വിഷയത്തിൽ ഒരാളോടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൂടാ. റസൂൽ പറഞ്ഞതുപോലെ നീ ചുട്ടി കരിക്കപ്പെട്ടാലും നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവെ പോലെ മറ്റൊരു ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കാൻ മാത്രമല്ല, ശിർക്കിന്റെ ആഘോഷങ്ങളിൽ പങ്കുചേരുക, അതിന് ആശംസകൾ അറിയിക്കുക, അതിന്റെ വക്താക്കളാവുക എന്നത് തന്നെ അത് തൃപ്തിപ്പെടുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവന്റെ അടിമകളെ, അവന്റെ മുഅ്മിനീങ്ങളായ അടിമകളുടെ വിശേഷമായി പറയുന്നു, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, അവർ സൂറിന് സാക്ഷ്യം വഹിക്കാത്തവരാണ്. എന്താണ് സൂർ എന്ന് പറഞ്ഞാൽ? താബിഈങ്ങളായ പണ്ഡിതന്മാർ, അബുൽ ആലിയ, അതുപോലെ തന്നെ താവൂസ്, മുഹമ്മദ് ബിൻ സീരീൻ, വളഹാഖ് എന്നിങ്ങനെ തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ, താബിഈങ്ങൾ, അവരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഹിയ അഅയാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളായ സത്യനിഷേധികളായ കാഫിറുകളായ ആളുകൾ അവരുടെ ആഘോഷമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്തരത്തിലുള്ള ആഘോഷങ്ങളുമായി അതിന് സാക്ഷ്യം വഹിക്കാത്തവരാണ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഇബാദുർ റഹ്മാൻ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ പുണ്യത്തിൽ, നന്മയിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക, എന്നാൽ പരസ്പരം അക്രമത്തിൽ, പാപത്തിൽ നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയും മുസ്ലിമായ ഒരു വ്യക്തി ആ മുസ്ലിമിന്റെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക.